ശരീരഭാരം കുറയ്ക്കാൻ കലോറി കുറഞ്ഞതും പ്രോട്ടീനും ഫൈബറും ധാരാളമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാർമസിസ്റ്റ് ജയശ്രീ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ 2 ചെറിയ ഗ്ലാസ് ജാറുകൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നിലും 3 സ്പൂൺ വീതം ഓട്സ് ഇട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ഓട്സ് നമുക്ക് വേണ്ട, ശരീരഭാരം കുറയ്ക്കാനായതുകൊണ്ട്. ഇതിലേക്ക് ഞാൻ ഓട്സ് മാത്രമല്ല ഇടുന്നത്, പാലൊഴിക്കുന്നുണ്ട്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്, പിന്നെ ചിയാ സീഡുണ്ട്, ഈന്തപ്പഴം, പിന്നെ അതുപോലെ പഴം, ഈന്തപ്പഴം അല്ലാതെ പഴം, നേന്ത്രപ്പഴം, അതായത് ഞാലിപ്പൂവനോ അതുപോലെയുള്ള ചെറിയ പഴങ്ങൾ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഹണി ചേർക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. ഓട്സ് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. 2 ഗ്ലാസ് ജാറിലേക്കും കൂടിയാണ് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നത്. ഇതിലേക്ക് ലോ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ മിൽക്ക് നമ്മുടെ കൗ മിൽക്കിന് പകരം നമുക്ക് വേണേൽ ആൽമണ്ട് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഉത്തമം തന്നെയാണ്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഡേറ്റ്സ് വീതമാണ് ഞാൻ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അധികം ഡേറ്റ്സ് ചേർക്കണ്ട, നമുക്ക് മധുരമൊക്കെ കുറച്ച് മതിയല്ലോ. ഇതിന് നല്ല മധുരമുണ്ട്. 4 ഡേറ്റ്സാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2 വീതം ചെറുതായി കട്ട് ചെയ്ത് 2 ബൗളിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്നത് ചിയാ സീഡ് ഇട്ട് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ചിയാ സീഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ചിയാ സീഡിൽ ധാരാളം ഒമേഗ-3 ഫാറ്റി ആസിഡും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ചിയാ സീഡിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഓവർനൈറ്റ് നമ്മൾ ഓട്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ല ഒന്നാണ്. ഇത് കഴിക്കുന്നതാണ് നമ്മുടെ ദഹനം കൂട്ടാനും വയറ് നിറഞ്ഞായിട്ട് തോന്നിക്കാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. ഓട്സിലും ചിയാ സീഡിലുമുള്ള ഫൈബർ നമ്മുടെ വിശപ്പിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഈന്തപ്പഴവും സ്വാഭാവികമായിട്ടുള്ള മധുരം നൽകുന്നതുകൊണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ ഇത്തിരി തേനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മധുരം കഴിക്കണമെന്നുള്ള ആ ടെൻഡൻസിയൊക്കെ കുറഞ്ഞു കിട്ടും. ഒരുപാട് തേൻ വേണ്ട, ഒരു 3/4 സ്പൂണോളം തേൻ വീതം ആഡ് ചെയ്താൽ മതി, 2ലും കൂടി. ഇത് ചിയാ സീഡും ഓട്സും നമുക്ക് കഴിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ കോൺസ്റ്റിപ്പേഷനൊക്കെ അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ ഉത്തമമാണ്. രാവിലെ ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു ദിവസം മുഴുവനും എനർജി ആയിട്ടിരിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആവശ്യത്തിന് വേണ്ട പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് നമുക്കതിലേക്ക് വീണ്ടും 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രീക്ക് യോഗട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു 2 സ്പൂൺ വീതം ഇട്ടേക്കാം. ചെറിയ സ്പൂണാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതില്ലാത്ത പക്ഷം നമുക്ക് പീനട്ട് ചെറുതായി ക്രഷ് ചെയ്തിട്ടാൽ മതി. അതൊരു 3/4 സ്പൂൺ വീതം ആഡ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ പീനട്ട് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പീനട്ട് ചെറുതായി ക്രഷ് ചെയ്തിട്ടാണ്. വാൽനട്ട് ഉണ്ടെങ്കിൽ അതിടാം. ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ട, ഒരു 3/4 സ്പൂൺ വീതം മതി. പിന്നെ ബദാം ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ധാരാളം ഫൈബറും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയതുകൊണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഞാലിപ്പൂവും പഴവും ഒക്കെ കട്ട് ചെയ്തിടാം. പിന്നെ ഞാൻ ഒരുപാട് നല്ലൊരു നമ്മുടെ പംകിൻ സീഡ്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയതുകൊണ്ട് പംകിൻ സീഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഇത് രാവിലെ കഴിക്കുമ്പോൾ ദിവസം മുഴുവൻ നമുക്ക് എനർജി ആയിട്ടിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പ്രോട്ടീനും കാൽസ്യവും വൈറ്റമിൻസൊക്കെ ഇതിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് രാവിലെ തന്നെ നമുക്ക് വേണ്ടുന്നതെല്ലാം ഈ ഫുഡിൽ നിന്ന് കിട്ടും. അതുമാത്രമല്ല, ഇതിൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് പാലിന് പകരം ബദാം മിൽക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിലത് ഈന്തപ്പഴം അധികം ഒന്നും ചേർക്കണ്ട, കുറച്ച് മതി. അല്ലെങ്കിൽ ഒത്തിരി മധുരം കഴിക്കുന്നതും വളരെ നല്ലതല്ല.
പിന്നെ ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻറ്റ് ബീറ്റാ കാരോട്ടിനൊക്കെ ധാരാളമുണ്ട്. നമ്മുടെ കണ്ണിൻ്റെയും സ്കിന്നിൻ്റെയൊക്കെ കാഴ്ചശക്തി കൂട്ടാനും സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതുപോലൊരു അടിപൊളി സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് എന്നും രാവിലെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് എങ്ങനെയാണേലും കുറയും. ചെറുതായിട്ട് എക്സസൈസും ചെയ്ത് മാക്സിമം ഒരു 7 to 8 അല്ലെങ്കിൽ ഒരു 9 മണിക്ക് മുമ്പായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കണം. അങ്ങനെ ഒരു ടൈം ഇൻ്റർവെൽ കീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് ഒത്തിരി കുറയാനായിട്ട് സഹായിക്കും. ഇതുപോലുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.